കോൺഗ്രസ് നേതൃത്വവുമായി സഖ്യത്തിലേക്ക് വരാൻ താൽപ്പര്യമുണ്ട് എന്ന് തമിഴക വെട്രിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് വ്യക്തമാക്കുകയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള സർക്കാരാണ് വിജയ് രൂപീകരിച്ചിരിക്കുന്നത്. കാരണം വിജയുടെ പാർട്ടിക്ക് കോൺഗ്രസിൻ്റെയും മറ്റ് ചെറുകിട പാർട്ടികളുടെയും പിന്തുണ വേണ്ടിവന്നു. അതിൽ ഇടതു പാർട്ടികളുമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ തമിഴക വെട്രിക്കഴകം അടുത്ത ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ സീറ്റുകൾ വീതം വയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴേ നീക്കുപോക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. TVK രൂപീകൃതമായിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂവെങ്കിലും വിജയുടെ ആരാധക വൃന്ദം അവർ ഒരു വോട്ട് ബാങ്കായി മാറി എന്നത് വേണം കരുതാൻ. അത്രയേറെ ജനസമ്മതി അദ്ദേഹം നേടിയെടുത്തു. കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണമുണ്ടായപ്പോഴും വിജയ് പാലിച്ച സമീപനം, വിജയ് എടുത്ത തീരുമാനം അത് തമിഴകത്തെ കൃത്യമായി സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെയാണ് TVKയുടെ നടപടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മദ്യഷോപ്പുകൾ പൂട്ടുന്നതുൾപ്പെടെ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ കയ്യടിയോടെ തമിഴകം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ആദ്യ ഒരാഴ്ച എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ വിജയുടെ തീരുമാനങ്ങൾ തമിഴകത്തെ ഇളക്കി മറിക്കുകയാണ്. സമാനതകളില്ലാത്ത മുന്നേറ്റം. MGRൻ്റെ പുനർജനനം എന്നൊക്കെ തന്നെ പറയാവുന്ന മാതിരി അസൂയാവഹമായിട്ടുള്ള ഒരു നേട്ടം സി ജോസഫ് വിജയ് കൈവരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്രമിക്കാനും അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്ത് കളയാം, അതായത് അദ്ദേഹത്തിനെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. DMKയും AIADMKയും ഇനി പരസ്പരം ഏറ്റുമുട്ടേണ്ടതില്ല. അവരുടെ സ്ഥാനം 2-3 അവസാനിച്ചിരിക്കുന്നു. 1-ാം സ്ഥാനം തമിഴക വെട്രിക്കഴകം നേടിയെടുത്തിരിക്കുന്നു. കോൺഗ്രസ് DMKയുമായി സഹകരിച്ചപ്പോൾ മന്ത്രിസ്ഥാനം പോലും നൽകാത്തതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നുവെന്ന് DMK പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ കൂടിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന ധാർഷ്ട്യമായിരുന്നു സ്റ്റാലിന്. ഏതായാലും സ്റ്റാലിൻ്റെ ആ ധാർഷ്ട്യത്തിന് കിട്ടിയ മറുപടിയാണ് ഇപ്പോൾ TVKയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ കൂട്ടുചേരൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ സഖ്യവുമായി മുന്നോട്ട് പോകും. 60 സീറ്റുകൾ വരെ തമിഴക വെട്രിക്കഴകം കോൺഗ്രസിനെ സഖ്യവുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ കൊടുക്കുമായിരുന്നുവെന്ന് പറഞ്ഞ നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അല്പം വൈകിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കലാശിച്ചു എന്ന് പറയേണ്ടി വരും.